അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴിയുണ്ട്. അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിലൊന്നും പുറപ്പെടണ്ട. ഇവിടെ കൃത്യമായും പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അൻവർ കടന്നു വന്നത് കമ്മ്യൂണിസ്റ്റ് വഴിയിലൂടെയല്ല, അൻവർ വന്ന വഴി ഏതാണ് എന്ന് പത്രക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായിട്ടല്ല വന്നിരിക്കുന്നതെന്നും ഇപ്പോൾ നിലവിൽ ഇടതുപക്ഷത്തിന് 99 സീറ്റോളം ഉണ്ടെന്നും അതിൽ നിന്ന് അൻവറോ അല്ലെങ്കിൽ അൻവറിനെ പിന്തുണയ്ക്കുന്നവർ പുറത്തു പോയാലും ഈ പാർട്ടിക്കോ ഈ മുന്നണിക്കോ ഒരു ചുക്കുമില്ല എന്ന് പറയാതെ പറയുകയാണ് ഇവിടെ പിണറായി വിജയൻ. എന്നാൽ അടുത്ത ഭാഗമാണ് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് സ്വർണം, ഹവാല പണം, അതിൻ്റെ കണക്കുകൾ അത് ചില വ്യക്തത വരുത്തുന്ന കാര്യങ്ങളാണ്. 2022 98 കേസുകളിലായി 79.9 കിലോഗ്രാം സ്വർണം, 23 61 കേസുകളിൽ 48.7 കിലോഗ്രാം സ്വർണം, ഈ വർഷം 26 കേസുകളിലായി 18.1 കിലോ സ്വർണം പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ 3 വർഷം എടുത്താൽ 147.79 കിലോ സ്വർണം പിടികൂടി. അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് 124.47 കിലോ സ്വർണമാണ്. 2020 മുതൽ സംസ്ഥാനത്താകെ 122.5 കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. അതിൽ 87.22 കോടി 22 ലക്ഷം രൂപ മലപ്പുറത്ത്. സാധാരണഗതിയിൽ മലപ്പുറം ജില്ലയിൽ ഒരു കുറ്റകൃത്യം നടക്കുകയോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ വിവാദത്തിൽ ഉൾപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രമുഖ ജില്ലയെന്നോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും പരാമർശങ്ങളൊക്കെ നടത്തി കഴിവതും മലപ്പുറം എന്ന വാക്ക് പോലും ഉപയോഗിക്കാത്തവരാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലരും. ആ സ്ഥാനത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ മലപ്പുറം എന്ന ജില്ലയുടെ പേര് പലതവണ എടുത്തു പറഞ്ഞുകൊണ്ട് അവിടെ കള്ളക്കടത്തും അതേപോലെ തന്നെ ഈ നോട്ട് ഇരട്ടിപ്പിക്കൽ പണി, കള്ളനോട്ടിൻ്റെ പരിപാടിയുമൊക്കെ ഉള്ള മറ്റ് ജില്ലകളെക്കാൾ കൂടുതൽ, മറ്റ് 13 ജില്ലകളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ തോതിൽ കാണപ്പെടുന്നൊരു ജില്ലയാണ് മലപ്പുറം എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്തുകാരെയും കള്ളപ്പണക്കാരെയും ഒന്നും അധികം വെളുപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്ന വ്യക്തമായ ഒരു സൂചന തന്നെ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇവിടെ പിണറായി വിജയൻ നൽകുന്നത് എന്ന് കാണാം. തീർച്ചയായിട്ടും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ കാണിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞാലും മലപ്പുറം എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ അവർ അങ്ങേയറ്റം ശ്രദ്ധിക്കാറുണ്ട്. ആ സ്ഥാനത്ത് മലപ്പുറത്തെ കണക്കുകൾ, സ്വർണ്ണക്കടത്തിൻ്റെ കണക്കുകൾ, കള്ളപ്പണത്തിൻ്റെ കണക്കുകൾ, അത് പോലീസിൻ്റെ റെക്കോർഡ് പ്രകാരമുള്ള കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെ അവിടം ഈ 14 ജില്ലയിൽ ഏറ്റവും കൂടുതൽ തോതിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ് എന്ന് എണ്ണി പറയുന്ന പിണറായി വിജയനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ അൻവറിനെ പറഞ്ഞതുപോലും സുഡാപ്പികൾ ഒരുപക്ഷെ ക്ഷമിച്ചേക്കും. പക്ഷേ ഇത് അവരെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് അവരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന തരത്തിൽ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രസ്താവനകളും പ്രസംഗങ്ങളൊക്കെ നടത്തുകയും എന്നാൽ അവർക്കൊക്കെ നല്ല 8ൻ്റെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പിണറായി.